ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ലിൻടോക്സ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലിന് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുമൂലം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി സിമ്പിൾ നെയിം സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനൽ നെയിം ഓർക്കാൻ എളുപ്പമായിരിക്കും. രണ്ടാമതായി കോംപ്ലിക്കേറ്റ് ഇല്ലാത്ത നെയിം സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. മൂന്നാമതായി സെൽഫ് നെയിം, നമ്മുടെ സ്വന്തം നെയിം ഉപയോഗിച്ച് ചാനൽ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ആ നെയിമിലുള്ള ചാനൽ വളരെ കുറവായിരിക്കും. നാലാമതായി ചെക്ക് അവൈലബിലിറ്റി, നമ്മൾ ഒരു നെയിം സെലക്ട് ചെയ്ത ശേഷം യൂട്യൂബിൽ ആ പേരിൽ ചാനൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ആ പേരിൽ ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ നെയിം ഉപേക്ഷിക്കേണ്ടി വരും. അഞ്ചാമതായി യൂണീക്ക് നെയിം സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരു വ്യത്യസ്ത നെയിം സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നെയിം ചാനലിലില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചാനൽ നെയിമായി സെലക്ട് ചെയ്യുക. ആറാമതായി ഡോണ്ട് ബി ഫേക്ക്, അതായത് സക്സസ് ആയ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം സെലക്ട് ചെയ്ത് ആ നെയിമിൽ ചെറിയ മാറ്റം വരുത്തി നമ്മുടെ ചാനൽ നെയിമായി സെലക്ട് ചെയ്യുന്നത് ഇത് ഒട്ടും ശരിയായ കാര്യമല്ല. സബ്സ്ക്രൈബേഴ്സിന് ആ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏത് തരത്തിലുള്ളതാണെന്ന് അറിയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. ഏഴാമതായി ഡോണ്ട് ചേഞ്ച് നെയിം, നമ്മുടെ ചാനലിൻ്റെ നെയിം നിരന്തരം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുണ്ടാകും. എട്ടാമതായി വീഡിയോ കണ്ടൻറ്റ്, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെ കണ്ടൻറ്റിന് യോജിച്ച പേര് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചാനൽ ടെക്പരമായ വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നെയിം സെലക്ട് ചെയ്തിരിക്കുന്നത് ലിൻടോക്സ് ടെക് എന്നാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.